മക്കൾ മിസ്രൈമിൽ നിന്ന് ഇറങ്ങി ഏകദേശം 42 വർഷമാകാൻ പോയപ്പോ यहाँ पर इसराइल मिस्र से निकल चुके हैं और करीब 42 साल होने को हैं। ഇനിയും യോർദാൻ അങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ ഇനി ഇവര് നേരെ അടുത്തത് എരിഹോ മതിലിന് നേരെ ഇവർ ചെല്ലേണ്ടത്. യോർദാൻ കടന്നു, ഇനി എരിഹോ മതിൽ ഇടിയാണ് അടുത്ത ദൈവത്തിന്റെ പ്രൊജക്ട്. यर्दन को इन्होंने पार कर लिया है। अब उनका अगला अभियान यरीहो की दीवार को गिराना है। ഓക്കെ, ഇവർ യോർദാൻ കടന്നു, കനാൻ ദേശത്തേക്ക് കാല് വെച്ചു. यर्दन पार कर चुके हैं, कनान देश में आ चुके हैं। ഇനി അടുത്ത ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് എരിഹോ മതിൽ. और अगली सबसे बड़ी रुकावट है यरीहो की दीवार। ഒരു ദിവസം യോശുവ തന്റെ കൂടാരത്തിൽ നിന്ന് വെളിയിൽ ഇറങ്ങി മോവാബ് സമഭൂമിയിൽ നിൽക്കുമ്പോൾ, അങ്ങനല്ലേ, ആ സമഭൂമിയിൽ എരിഹോ മതിലിന്റെ അടുക്ക നിൽക്കുമ്പോൾ കാണുക ദൂരെ ഒരു മനുഷ്യൻ ഊരിപ്പിടിച്ച വാളുമായിട്ട് അവിടെ നിൽക്കുന്നു. നോർമലി ഒരാൾ ഇത് കണ്ടാൽ തിരിഞ്ഞോടുക ചെയ്യേണ്ടത്. आप देखिएगा यहाँ पर बिल्कुल भी सेना का कोई भी तंत्र, सेना का कोई प्रशिक्षण इनके पास नहीं है। यर्दन पार करके जब इस मोआब के समतल पर खड़े हुए थे तो यहोशू निकल कर देखता है वहां पर एक नंगी तलवार लिए एक पुरुष खड़ा है। स्वाभाविक तौर पर उसे देखते ही एक व्यक्ति क्या करेगा, भाग खड़ा होगा। അവന്റെ അടുക്കലോട്ട് ചെല്ലുക. यहां पर जब ये तलवार लिए खड़े पुरुष को देखता है तो यहोशू उसके करीब जाता है। അങ്ങോട്ട് ചെന്നിട്ട് ഒറ്റ ചോദ്യം, നീ ഞങ്ങളുടെ പക്ഷക്കാരനോ നീ ശത്രുപക്ഷക്കാരനോ? वहां जाकर केवल ये एक सवाल पूछता है कि तू हमारी तरफ वाला है या दुश्मन की ओर से आया है। നമ്മൾ ആരെങ്കിലും അവിടെങ്ങാണോ ഉണ്ടായിരുന്നെങ്കിൽ, ആ കാലത്തുണ്ടായിരുന്നെങ്കിൽ നമ്മൾ ചോദിച്ചേനെ, യോശുവ നീ കാണിക്കുന്ന എന്തോ മണ്ടത്തരമാ. ഒരു വ്യക്തി ശത്രുവിന്റെ പാളയത്തിന്റെ അകത്ത്, അല്ലെങ്കിൽ നമ്മൾ കേറിയിട്ടില്ല, നമ്മൾക്ക് ഇനി ജയിക്കാൻ ഒത്തിരി ഉണ്ട്, അവിടെ നിൽക്കുമ്പോ ഊരി പിടിച്ചോണ്ടൊരു വാളുമായിട്ട് നിൽക്കുന്നവന്റെ അടുക്കൽ പോകുന്നത് എന്തോ ബുദ്ധിയാ, അത് ഭോഷത്വമല്ലേ? പിന്നെ നീ എന്തിനാ അവന്റെ അടുക്കലോട്ട് ചെല്ലുന്നേ? आप और मैं यदि वहां पर होते तो हम जाकर कहते, यहोशू भाई यहां पर अभी भी बहुतों को जीतना बाकी है, और उससे पहले जब ये तलवार नंगी लिए तेरे सामने खड़ा है तो ये बेवकूफी भरा काम है ना कि तू उसके करीब जाकर उससे बात कर रहा है। പക്ഷെ യോശുവ പറയുക, അവൻ വാൾ പിടിച്ചുകൊണ്ട് നിന്നാലും, അവൻ ഏത് ശത്രുവിന്റെ പക്ഷത്തുള്ളവനായാലും അവർക്കാർക്കും എന്നെ തൊടാൻ പറ്റത്തില്ല, കാരണം എന്റെ മീതെ ഒരു വാക്തത്വം കിടപ്പുണ്ട്. लेकिन पता है यहोशू का क्या उत्तर होता, चाहे वो कोई भी क्यों ना हो, किसी भी प्रकार का व्यक्ति क्यों ना हो, मुझे पता है नंगी तलवार भी सामने खड़ी क्यों ना हो, मेरा कुछ नहीं बिगाड़ पाएगी, क्योंकि मेरे ऊपर एक വായദാ ദേ രഖാ ഹൈ। എന്റെ മീതെ ഉയരത്തിലെ ദൈവം പറഞ്ഞ ഒരു വചനം, വാക്തത്വം കിടപ്പുണ്ട്. മോശ മരിക്കുമ്പോൾ, മോശയുടെ ശേഷം ദൈവം എന്നെ അഭിഷേകം ചെയ്തപ്പോൾ എന്നോട് ഇപ്രകാരം പറഞ്ഞു. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം 5-ാം വാക്യത്തിൽ ഇപ്രകാരം പറഞ്ഞു, നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കുകയില്ല. ഞാൻ മോശയോടുകൂടെ ഇരുന്നത് പോലെ നിന്നോടുകൂടെയും ഇരിക്കും. ഞാൻ നിന്നെ കൈവിടത്തില്ല, ഞാൻ നിന്നെ ഉപേക്ഷിക്കത്തില്ല. അവൻ വാൾ ഊരിപ്പിടിച്ചുകൊണ്ട് അവിടെ നിൽക്കത്തേ ഉള്ളൂ. എന്നോട് കർത്താവിന്റെ വചനം എന്റെ മീതെ കിടക്കുക. यहोशू पता है क्या कहता है कि जब मूसा के हाथ से ये जिम्मेदारी मेरे हाथ में आई थी, उसी समय परमेश्वर ने मुझसे एक वायदा किया था। यहोशू 1:5 में लिखा हुआ है कि हे यहोशू, तेरे जीवन भर कोई भी तेरे सामने ठहर भी नहीं पाएगा। जैसे मैं मूसा के संग रहा वैसे मैं तेरे भी संग रहूंगा, कभी तुझे नहीं छोड़ूंगा, मैं कभी तुझे धोखा दूंगा। नंगी तलवार जो पकड़े खड़ा है वो खड़ा देखता ही रह जाएगा, मेरा कुछ बिगाड़ नहीं पाएगा। ധൈര്യവും ഉള്ളവനായിരിക്കുക, ഞാൻ അവർക്ക് കൊടുക്കുമെന്ന് അവരുടെ പിതാക്കന്മാരുടെ സത്യം ചെയ്ത ദേശം നീ ജനത്തിന് അവകാശമായി വിഭാഗിക്കും. तू हियाव बांध ले, दृढ़ हो जा, मैंने जो शपथ खाई थी कि पूर्वजों को कि मैं तेरे लोगों को वो देश दूंगा
मैं उन्हें देकर रहूंगा। ദൂതൻ പറയുക, ഞാൻ ദൈവത്തിന്റെ സൈന്യത്തിന്റെ അധിപതിയായി ഇറങ്ങി വന്നേക്കുക എന്ന് പറയുമ്പോ യോശുവ നെടുമ്പാട് വീഴുക കേട്ടോ. और वहां पर उस आगंतुक ने इस प्रकार कहा कि मैं तो सेना यहोवा आमीन यहोवा की सेना का प्रधान हूं मैं, जो मैं आया हूं। सुनते ही यहोशू उसके सामने दंडवत कर गिर पड़ता है। അവിടെ ചോദിക്കുന്ന ചോദ്യമുണ്ട്, അടിയന് കർത്താവിനോടുള്ള അരുളപ്പാട് എന്തുവാ? ആ യെരിഹോ മതിലിനെ തകർക്കാനുള്ള സ്ട്രാറ്റജി കൈമാറാനുള്ള ദൈവത്തിന്റെ ദൂതുമായിട്ട് വന്ന ദൂതനായിരുന്നു അത്. और जैसे ही वो सुनता है तो वो बताता है, प्रभु बता कि तू क्या योजना लेकर आया है। यरीहो नामक उस शहर पर जय पाने की एक रणनीति को, योजना को उसके हाथ में सौंपने के लिए वो वहां पर आया। നീ വൈകിട്ട് റോന്ത് ചുറ്റാൻ ഇറങ്ങിയായിരിക്കാം, അല്ലെങ്കിൽ നീ വൈകിട്ട് ഒന്ന് കാറ്റുകൊള്ളാൻ ഇറങ്ങിയായിരിക്കാം. പക്ഷെ കർത്താവിന്റെ ദൂതൻ കാറ്റുകൊള്ളാൻ ഇറങ്ങിയല്ല, അവൻ വിളിച്ചിറക്കിയവൻ ഊരിപ്പിടിച്ച വാളുമായി തന്റെ ജനത്തിന് കാവല് നിൽക്കുക. यहां पर है यहोशू, जब तू वहां बाहर निकला था तो शायद टहलने के लिए निकला होगा, बाहर की थोड़ी हवा खाने के लिए निकला होगा, लेकिन जो स्वर्गदूत है वो हवा खाने नहीं निकला है, वो अपनी लोगों की निगरानी करने के लिए, उनकी चौकसी करने के लिए नंगी तलवार लेकर उनके लिए खड़ा है। എല്ലാ വഴികളിലും സങ്കീർത്തനം പറയുക, നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെ കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിച്ചിരിക്കും. എത്ര നല്ലൊരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. भजनकार कहता है कि तेरे मार्गों में तेरी रक्षा करने के लिए उसने स्वर्ग दूतों को आज्ञा दे रखी। युद्ध किसने किया? യോശുവ പിടിച്ചു, പക്ഷെ ആരാ യുദ്ധം ചെയ്തേ? यहोशू ने उन्हें ले लिया, लेकिन युद्ध किसने किया? ഈ രാജാക്കന്മാരെ ഒക്കെയും അവരുടെ ദേശത്തെയും യോശുവ ഒരേ സമയത്ത് പിടിച്ചു. ഇസ്രയേലിന്റെ ദൈവമായ യഹോവയായിരുന്നു ഇസ്രയേലിന് വേണ്ടി യുദ്ധം ചെയ്തത്. इन सब राजाओं को उनके देशों समेत यहोशू ने एक ही समय में ले लिया, लेकिन इस्राएल के परमेश्वर यहोवा ने ഇസ്രായേലിयों की ओर से युद्ध लड़ा। യുദ്ധം യഹോവയ്ക്കുള്ളതാ. സൈന്യങ്ങളുടെ ദൈവം നിന്റെ കൂടെ ഉണ്ടെങ്കിൽ, സൈന്യങ്ങളുടെ ദൈവത്തിന്റെ തിരുസാന്നിധ്യം നമ്മുടെ മീതെ ഒന്ന് നിഴലിട്ടാൽ, നീ സൈന്യമല്ല, നീ സൈന്യങ്ങളുടെ ആയിരിക്കും. ദൈവം നിന്നെ അങ്ങനെ മാറ്റിയിരിക്കും. युद्ध यहोवा का है। यहाँ पर परमेश्वर जब हमारा युद्ध करता है, जो सेनाओं का यहोवा खुद है, तो हम सेना नहीं, हम सेनाओं की सेना बन जाएंगे। നിന്റെ മുമ്പിൽ നിന്ന് ഹിവ്യനെയും കനാനിനെയും ഹിത്തിനെയും ഓടിച്ചു കളയുവാൻ ഞാൻ നിനക്ക് മുമ്പായി കടന്നലിനെ അയക്കും. അങ്ങനല്ലേ പാസ്റ്റർ എഴുതിയേക്കുന്നേ? यहाँ पर ऐसा लिखा हुआ है कि हिव्वी, कनानी, हित्ती इत्यादियों को भगाने के लिए तेरे आगे आगे मैं पर्रों को, मधुमक्खियों को भेजूंगा। ഈ വാക്യം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് ചിരിക്കാനുള്ള കാര്യങ്ങളുണ്ട്. और ये जब हम भाग पढ़ते हैं तो हम पढ़कर हंस सकते हैं। ഈ പുറപ്പാട് പുസ്തകം 23 എഴുതുന്നത് സീനായി പർവ്വതത്തിന്റെ താഴ്വര വെച്ച. निर्गमन 23 जो है वो सिनाई पर्वत के तल पर घाटी में इसे लिखा गया। അവിടെ തൊട്ടാണ് ആ 19 അധ്യായം തൊട്ട് സീനായി പർവ്വതത്തിന്റെ താഴ്വരയാ. 19 के जो अध्याय है वहीं से हम सीने पर्वत की तराई को हम देख सकते हैं। 40 അധ്യായം വരെ പുറപ്പാട് പുസ്തകം മൊത്തം സീനായി പർവ്വതത്തിന്റെ താഴ്വരയാ. और 40वें अध्याय तक पूरे सीनाई पर्वत के तल के बारे में, तराई के बारे में लिखा गया है। ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് ഇറങ്ങിയിട്ട് സീനായി പർവ്വതത്തിന്റെ അടുക്ക വരുന്നത് 3-ാമത്തെ മാസമാണ് വരുന്നത്. और मिस्र से निकलने के 3रे महीने इसराइली सीने पर्वत के पास पहुंचते हैं। സിനായി പർവ്വതത്തിന്റെ അവിടുന്ന് യാത്ര തിരിക്കുന്നത് 2-ാം സംവത്സരം 2-ാം മാസം 20-ാം തീയതിയാണ്. और जब वो सीने पर्वत से यात्रा शुरू करते हैं तो वो दूसरे महीने के दूसरे साल के दूसरे महीने के 20वीं तारीख को करते हैं। ദൈവം അന്ന് പറയുക, നിങ്ങൾ ചെല്ലാനുള്ള കനാൻ ദേശം ഉണ്ടല്ലോ, ആ കനാൻ ദേശത്ത് നിങ്ങൾ ചെല്ലുന്നതിന് മുമ്പേ നിന്റെ മുമ്പിൽ നിന്ന് ഹിവ്യനെ, കനാനിനെ, ഹിത്യനെ ഓടിച്ചു കളയാൻ ഞാൻ നിനക്ക് മുമ്പായി കടന്നലിനെ വിട്ടേക്കുമെന്ന്. यहीं पर परमेश्वर कहता है कि जिस कनान में तुम प्रवेश करने जा रहे हो, वहां पे जो है वो जातियां, उनको भगाने के लिए तुम्हारे पहुंचने से पहले ही मैं मधुमक्खियों को भेज दूंगा।
യോശുവയുടെ പുസ്തകം 24-ാം അധ്യായം വായിക്കുമ്പോൾ 42 വർഷം കഴിഞ്ഞ ചരിത്രം എഴുതി വെച്ചേക്കുന്നത്. 42 വർഷം കഴിഞ്ഞ ചരിത്രം. और यहोशू 24 में जब हम पढ़ते हैं तो वहां पे 42 साल के बाद में हुई घटना के बारे में, और यहां पर हम देख सकते हैं 24 के अंदर जब ये युद्ध करने के लिए वहां पहुंचता है तो 2 राजा जाकर छुप जाते हैं. അവരെവിടെയാന്ന് കണ്ടുപിടിക്കാൻ സാറ്റലൈറ്റും ഇല്ല, യാതൊരു ടെക്നോളജിയും ഇല്ല. और उस समय कोई सैटेलाइट या तकनीक तो होती नहीं थी कि ढूंढ निकाले कहां छुपे हैं. കർത്താവ് കുറെ ഡ്രോണിനോട് പറഞ്ഞു, ലൈവ് ഡ്രോണിനോട് പറഞ്ഞു, കൊച്ചു കൊച്ചു ഡ്രോണിനോട് പറഞ്ഞു, പോയി അമ്മാരെ കുത്തി ഇളകി വിട്ടേക്കാൻ പറഞ്ഞു. നോക്കിയേ, എന്റെ ചോദ്യം ഇതാ, ഈ കടന്നലിന്റെ വല്യപ്പൻ ജനിക്കുന്നതിനെക്കാട്ടിലും മുമ്പേ ദൈവം പറഞ്ഞതാ. പുറപ്പാട് ദിവസം 42 വർഷം മുമ്പേ ദൈവം പറഞ്ഞ, ഞാൻ നിങ്ങൾ ചെല്ലുന്നതിന് മുമ്പ് കടന്നലിനെയൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന്. और प्रभु पता वहां पे क्या करता है, छोटे छोटे लाइव ड्रोन तैयार करता है, छोटे छोटे ड्रोनों को भेजता है, मधुमक्खियों को भेजता है और जाकर कहता है इन राजाओं को वहां से बाहर निकलवा दो. एक और बात ध्यान से सुनिए, जो ये मारने के लिए आई थी, इन मधुमक्खियों के परपोते तक, पर दादा तक नहीं जन्मे थे, उससे पहले ही परमेश्वर ने वायदा दे दिया था कि बर्रों को भेजकर भगवाऊंगा. ഈ 2 പേര് കയറി ഒരു ഗുഹയ്ക്കകത്ത് ഒളിച്ചു കുറച്ചു കഴിഞ്ഞപ്പോ ആരും കണ്ടില്ലെന്ന് ഓർത്തു. ചെറിയൊരു മൂളല് കേൾക്കാം, ഒരു മൂളല് കേൾക്കാം. തേനീച്ച കുത്തി ഓടിച്ചമാരെ ഇളക്കി ഓടിച്ചു വിട്ടു. ये 2 राजा जाकर छिप जाते हैं और उन्होंने सोचा कि कोई भी अब हमें देखेगा नहीं. तब उन्होंने सुना कि एक झी की आवाज उनके पास में आ रही है और ये मधुमक्खी आकर उन्हें वहां से खदेड़ बाहर कर रही है. കർത്താവ് പറയാണ്, യോശുവ, നിന്റെ വാളുകൊണ്ട് വില്ലുകൊണ്ട് വന്നവനല്ല നീ ജയിച്ചത്, ഞാൻ നിന്റെ കൂടെ ഉള്ളത് കൊണ്ടാ നീ ജയിച്ചതെന്ന്. पता परमेश्वर क्या कह रहा है, यहोशू तेरी तलवार या भाले से तुमने जीत नहीं पाई, मैंने तुझे जीत दिलाई. ഉണ്ടെങ്കിൽ നിങ്ങളോട് പറയുക, നിങ്ങൾ ഓർക്കുന്ന എങ്ങനെ അങ്ങ് അവിടെ ചെന്ന് യുദ്ധം ചെയ്ത് എങ്ങനെ ജയിക്കുമെന്നല്ലേ? ഇല്ലില്ല, നിങ്ങൾക്ക് വേണ്ടി ജയിക്കാനുള്ളതെല്ലാം കർത്താവ് സെറ്റ് ചെയ്ത് വെച്ചിട്ടാ ദൈവം നമ്മെ വിളിച്ചത്. आज यदि कोई भी डर में है तो मैं उनको कहना चाहता हूं, आप कहते हैं कि वहां जाकर कौन उन्हें निकालेगा, कौन युद्ध में जितवाएगा, आपके वहां पर रहते ही वो पहले से भेजकर अपनी योजना पूरी करने वाला परमेश्वर. നീതി കൊണ്ടും നമ്മളുടെ ഒരു നന്മ കൊണ്ടും ഹൃദയപരമാർത്ഥത കൊണ്ടും അല്ല ദൈവം ഈ ദേശം നിങ്ങൾക്ക് തരുന്നേ. ഇസ്രായേലിനോട് പറയുക, ഞാൻ അബ്രഹാമിനോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും സത്യം ചെയ്തത് കൊണ്ട്, അല്ലെ, പല നന്മകളും നമ്മൾ അനുഭവിക്കുന്ന ദൈവത്തിന്റെ കൃപയാ ദൈവം. यहां पर देखिएगा, परमेश्वर कहता है कि मैं तुम्हारे मन की सिधाई की वजह से या धार्मिकता की वजह से ये सब नहीं दे रहा हूं. मैंने इसहाक, अब्राहम, याकूब से जो वाचा बांधी थी, इसके लिए प्रियो, कितनी भलाइयां हमारी जिंदगी में जो आती हैं वो परमेश्वर का केवल अनुग्रह है. ഞാൻ അവനെ മരുഭൂമിയിലും ഓളി കേൾക്കുന്ന ശൂന്യ പ്രദേശത്തിലും കണ്ടു. അവനെ ചുറ്റി പരിപാലിച്ചു, കൺമണി പോലെ അവനെ സൂക്ഷിച്ചു. കഴുകൻ തന്റെ കൂടനക്കി കുഞ്ഞുങ്ങളുടെ മീതെ പറക്കുന്നത് പോലെ ചിറക് വിരിച്ച് അവനെ എടുത്ത് തന്റെ ചിറകിന്റെ മേൽ അവനെ വഹിച്ചു. എന്തോ കാവല ദൈവോടെ വിവരിച്ചേക്കുന്നത് കേട്ടോ. यहाँ ये परमेश्वर का जो वचन है, परमेश्वर की कितनी बड़ी एक सूक्ष्म हो या महान हो सुरक्षा हमें प्रदान कर रहा है. ദൈവം ഒരു പ്രവാചകനെ എഴുന്നേൽപ്പിച്ചു പോയി പറയുന്നത്, ഞാൻ സേവിച്ചു നിൽക്കുന്ന ദൈവം പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും ഉണ്ടാകത്തില്ല, മഴ ഉണ്ടാകത്തില്ല. और इसी प्रकार के दुष्ट और कुशासन के बीच में जाकर एलिया यूं कहता है कि जब तक मैं न कहूं यहां न बारिश होगी न ओस पड़ेगी. രാജാക്കന്മാരുടെ പുസ്തകം പഠിക്കുമ്പോൾ വലിയൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. राजाओं की किताब जब हम पढ़ते हैं तो एक बड़ी बात हम समझ पाते हैं. ഓരോ പുസ്തകത്തിന്റെ ടൈറ്റിൽ നോക്കുമ്പോൾ അറിയാം അതിനകത്ത് എന്തുവാ എഴുതിയേക്കുന്നത്. हर एक किताब के शीर्षक को देखते ही पता चल जाता है कि उसके अंदर क्या लिखा है. രാജാക്കന്മാർ എന്ന് പറഞ്ഞ പുസ്തകം പഠിക്കുമ്പോൾ അറിയാം അതിനകത്ത് രാജാക്കന്മാരുടെ ചരിത്രമാണ് എഴുതിയേക്കുന്നത്. जब हम राजाओं की किताब देखते हैं तो हमें पता है इसके अंदर राजाओं का इतिहास लिखा है.
പക്ഷെ ഇവിടെ നേരെ തിരിച്ച രാജാക്കന്മാരെ കുറിച്ച് എഴുതിയേക്കുന്നതും ഇന്ന് വരെ ഞാൻ കേട്ടിട്ടില്ല ഒരു ദേവദാസന്മാര് പോലും ഒരു രാജാവിനെ കുറിച്ച് പ്രസംഗിച്ചതായിട്ട്. പലർക്കും രാജാക്കന്മാർക്ക് പേടി സ്വപ്നമായ അഭിഷേകം ചുമക്കുന്ന ഏലിയാവിനെ കുറിച്ച് പലരും പ്രസംഗിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. यहाँ पर ये किताब राजाओं के बारे में लिखी हुई है, लेकिन मैंने कहीं पर भी प्रचारकों को, उपदेशकों को राजाओं का प्रचार करते हुए नहीं सुना। लेकिन जो अभिषेक से भरा हुआ था, जो प्रभु की सामर्थ्य से भरा हुआ था, वैसे एलिया, एलिशा इत्यादियों के बारे में लोग प्रचार कर रहे हैं। ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ഒരഭിഷേകമുള്ള ഒരു ഏലിയാവുണ്ട്. രണ്ട് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ഇരട്ടി അഭിഷേകമുള്ള, ഡബിൾ അഭിഷേകമുള്ള ഒരു ഏലീശ ഉണ്ട്. രാജാക്കന്മാരുടെ പുസ്തകം ഒന്ന് ടൈറ്റിലേ ഉള്ളൂ, പക്ഷെ അത് മൊത്തം ശരിക്കും അങ്ങനല്ല വരേണ്ടിയത്. അഭിഷേകത്തിന്റെ പുസ്തകം വരേണ്ടിയത്. यहाँ पर पहले राजाओं के अंदर अभिषेक पाए हुए एलिया की कहानी है, दूसरे राजाओं के अंदर दुगुना अभिषेक पाए हुए एलिशा की कहानी है। नाम या शीर्षक एक राजा है, वास्तव में शीर्षक क्या होना चाहिए था? अभिषेक की पुस्तक 1, अभिषेक की पुस्तक 2। ഏലിയാവ് പോയി ആലോചന പറഞ്ഞു, എല്ലാരും കേൾക്കെ ആലോചന പറഞ്ഞു. ദൈവം പറഞ്ഞു, നീ പോയി കെരീത്ത് തോട്ടിനരികെ പോയി ഒളിച്ചിരിക്കാൻ പറഞ്ഞു. एलिया ने सब लोगों के सामने जाकर ये घोषणा करी, और उसके बाद में परमेश्वर ने उससे कहा, करीत नाले के किनारे पर जाकर छुप जा। ആ സമയത്ത് ഇസബേലും ആഹാബും അവന്റെ കിങ്കരന്മാരെല്ലാം കൂടെ അവരുടെ മൊത്തം മിലിറ്ററിയെയും കൂടെ തുറന്നു വിട്ട് ആകെപ്പാടെ ഏലിയാവിനെ ജീവനോടെ തൂക്കിക്കൊണ്ട് വരാനുള്ള ഓർഡർ ഇട്ടു. അല്ലെ, അവന്റെ തലയ്ക്ക് വിലയിട്ട് കാണും. പക്ഷെ ഇവരെത്രയോ തപ്പി നോക്കിയിട്ടും ഒന്നും കാണുന്നില്ല. അതാ ഇവിടെ ഇപ്പൊ നമ്മൾ വായിച്ചേ, തിരിച്ചു വന്നവരെയും കൊണ്ട് ഒബദ്യാവ് പറയുക, സത്യം ജയിപ്പിച്ചു. തിരിച്ചു വന്നവരെ കൊണ്ട് സത്യം ജയിപ്പിച്ചു, ഞങ്ങൾ ഏലിയാവിനെ കണ്ടിട്ടില്ലെന്ന് സത്യം ജയിപ്പിച്ചെന്ന്. यहाँ पर हम देखते हैं यहाब और इजबेल, जैसे उनको पता चलता है कि एलिया वहां से चला गया है, उसको ढूंढ निकालने के लिए अपनी पूरी ताकत को, अपनी पूरी सेना को, सारे नौकर चाकरों को लगा देते हैं कि उसे कहीं ना कहीं से पकड़कर ढूंढ कर लेकर आए। लेकिन 10वां पद क्या कहता है? कितना ढूंढने के बावजूद भी वो नहीं मिल पाया। और जब ओबद्या के पास में आप वापस आते हैं तो वो शपथ खिलवाता है, वो तुम्हें कहीं मिला तो नहीं, शपथ खिलवाकर पूछता है। ഏലിയ കെരീത്ത് തോട്ടിലെ വെള്ളം പറ്റിയപ്പോൾ ഏലിയാവിനോട് ദൈവം പറഞ്ഞു, നീ സാറാഫാത്തിൽ പോകാൻ പറഞ്ഞു. और जब करीत के नाले का जल खत्म हो गया, परमेश्वर ने उसको सारपत में जाने को कहा। 3.5 വർഷം ഏലിയാവ് കെരീത്ത് തോട്ടിലും സാറാഫാത്തിലുമായിട്ട് മാത്രമാണ് ജീവിച്ചത്. और 3.5 साल एलिया केवल करीत और सारपत में ही था। പക്ഷേ 1 രാജാക്കന്മാർ 18:10 വായിക്കുമ്പോൾ കാണാം, ആഹാബ് ഇസബേലും ഇസ്രയേലിൽ മൊത്തം അന്വേഷിച്ചു, അയൽവക്കത്തെ രാജ്യങ്ങളിൽ അന്വേഷിച്ചു, തിരിച്ചു വന്ന അവരുടെ പട്ടാളക്കാരെ കൊണ്ട് സത്യം ചെയ്യിപ്പിച്ച് കണ്ടിട്ടില്ലെന്ന്. അങ്ങനെ എഴുതിയേക്കുന്നത്, നിന്റെ ദൈവമായ യഹോവയാണ് നിന്നെ അന്വേഷിപ്പാൻ എന്റെ യജമാനൻ എന്ന് പറഞ്ഞ ആഹാബ്, ആളെ അയക്കാത്ത ജാതിയും രാജ്യവും ഇല്ല, നീ അവിടെ ഇല്ല എന്ന് അവർ പറഞ്ഞപ്പോൾ അവൻ ആ രാജ്യത്തെ ജാതിയെ കൊണ്ട് നിന്നെ കണ്ടിട്ടില്ലെന്ന് പറഞ്ഞ് സത്യം വരെ ചെയ്യിപ്പിച്ചു. और यहां पर लेकिन ध्यान से सुनिएगा, 10वां पद कहता है कि उनसे शपथ खिलवाकर पुछवाई। वो ये कहता है कि यहोवा परमेश्वर के जीवन की शपथ, कोई ऐसी जाति या राज्य नहीं हो जहां पर मेरे स्वामी ने अर्थात आहाब ने एलिया को ढूंढने के लिए, तुझे ढूंढने के लिए नहीं भेजा हो। എന്താ ഇത്രയും പട്ടാളക്കാർക്ക് ഏലിയാവിനെ കണ്ടുപിടിക്കാൻ പറ്റാഞ്ഞത്? इतने सारे सैनिक एलिया को क्यों नहीं ढूंढ पाए? കാരണം എന്താണെന്നറിയോ? ദൈവം തന്റെ ഭക്തനെ തന്റെ തൂവലുകൾക്കിടയിൽ ഒളിപ്പിച്ചിരിക്കുകയായിരുന്നു. उसकी वजह पता है क्या है? परमेश्वर ने अपने भक्त को अपने पंखों में छुपा അവന്റെ ചിറകിനടിയിൽ അവരെ ഒളിപ്പിച്ചിരിക്കുക. ഏലിയാവ് എങ്ങും ഓടിപ്പോയില്ല, ഇസ്രായേലിൽ തന്നെ ഉണ്ടായിരുന്നു. एलिया कहीं भाग कर नहीं गया, इस्राएल में ही था, लेकिन परमेश्वर ने अपने पंख के नीचे छुपा രാത്രിയിൽ ദൈവത്തിന്റെ രാജാവ് ഭയങ്കര സാറ്റലൈറ്റ് ഉപയോഗിച്ച് ഇസ്രായേലിന്റെ എവിടെയാ വീക്ക് പോയിന്റ് എന്ന് കണ്ടുപിടിച്ചു. अराम राजा ने अपने सैटेलाइट इत्यादि का इस्तेमाल करके ये ढूंढ निकाला कि इस्राएल की कमजोरी क्या है, कहां है। ഇവര് ആ സ്ഥലത്തേക്ക് പട്ടാളക്കാരെ അയക്കാൻ അങ്ങോട്ട് തുടങ്ങുമ്പോഴത്തേന് നിമിഷ നേരം കൊണ്ട്
ആ ഇസ്രയേലിന്റെ വീക്കായിട്ടുള്ള സ്ഥലം ഭയങ്കര ആർമിയെ കൊണ്ട് സ്ട്രോങ് ആയി ഭയങ്കര ശക്തമുള്ളതായി. और जैसे ही वो अपनी सेना को उस कमजोर जगह पर भेजने की तैयारी कर रहा था, अचानक से वही जगह भारी सेना से भर गई और कमजोर जगह ताकतवर बन गई. ഇങ്ങനെ പല പ്രാവശ്യം പുള്ളി കണ്ടുപിടിച്ചിട്ട് അവിടെ ചെല്ലുമ്പം ആ സ്ഥലം വീക്ക് അല്ല, ആ സ്ഥലം സ്ട്രോങ് ആ. और इस प्रकार उसने एक नहीं कई सारी जगह कमजोर निकाली देखी, लेकिन जब जब वो वहां पहुंचता वो ताकतवर बन जाती. ഒരു ദിവസം ഈ അരാം രാജാവിന് സംശയം, ഇനി ഞാൻ ഇത്ര കാര്യമായിട്ട് കണ്ടുപിടിച്ചത് നമ്മുടെ കൂട്ടത്തിലുള്ള ആരെങ്കിലും ഒറ്റുകാർ അവർക്ക് ഒറ്റി കൊടുത്തതായിരിക്കും. तो तब इस राजा के मन में एक शक, एक संशय ये आया कि शायद हमारे बीच में ही कोई ऐसा व्यक्ति है जो ये सब जाकर बताता है. ആ സമയത്ത് ഈ മനുഷ്യൻ ചോദിച്ചു, നമ്മുടെ കൂട്ടത്തിലുള്ള അരാം രാജാവ്, ശത്രു രാജാവിന്റെ ആൾക്കാർ ചോദിച്ചു, നമ്മുടെ കൂട്ടത്തിലുള്ള ഒറ്റുകാരാരാന്ന് ചോദിച്ചു. तब उस अराम राजा ने पूछा कि हमारे बीच में वो भेदिया कौन है जो जाकर बातें बताता होगा. ആരോ പറഞ്ഞു കൊടുത്തു, രാജാവേ നമ്മുടെ കൂട്ടത്തിലുള്ള ഒറ്റുകാരുള്ളത് കൊണ്ടല്ല, ഇസ്രയേലിൽ ഒരു പ്രവാചകനുണ്ട്, ആ പ്രവാചകൻ അങ്ങ് ശയനഗ്രഹത്തിൽ കിടന്ന് ചിന്തിക്കുന്നത് അവിടെ വെളിപ്പെടുവന്നു. അയ്യോ. तो लोगों ने पता क्या उत्तर दिया, हे राजा ये कोई भेदिया नहीं कर रहा है, इस्राएल में एक नबी है, तू जो अपने शयन कक्ष में सोचता है वो वहां से उसको प्रकट करता है. ഇങ്ങനെ അനേക പ്രാവശ്യം ഇസ്രയേലിനെ രക്ഷിച്ചത് ഈ പ്രവാചകൻ ആലോചന പറഞ്ഞ. और इसी प्रकार इस्राएल को इस नबी ने प्रभु की वाणी सुनवाकर, चीजें प्रकट करवाकर सुरक्षा दिलवाई. അരാം രാജാവ് ഒരിക്കലും ഓർഡർ ഇട്ടു, എന്നാ പിന്നെ ആദ്യമേ പോയ പ്രവാചകനെ അങ്ങ് പിടിക്കാം, അതിനുശേഷം നമുക്ക് യുദ്ധം നടത്താം. तब आराम राजा ने ये आदेश निकाला, सबसे पहले इस नबी को पकड़वाते हैं, फिर देश पर कब्जा करते हैं. നിങ്ങൾ ഇത് ശ്രദ്ധിച്ച് കേൾക്കണേ. പിടിക്കാൻ വേണ്ടി അരാം രാജാവിന്റെ സൈന്യം ഒരു സീക്രട്ട് സൈന്യത്തെ രാത്രിയിൽ ഇങ്ങോട്ട് അയക്കുക. और आराम राजा अपनी एक गुप्त सेना को एलिशा को पकड़ने के लिए भेजता है. എലീശ ഉള്ള പട്ടണത്തിൽ വന്ന് ആ പട്ടണത്തിന്റെ ചുറ്റും വന്ന് അരാം രാജാവിന്റെ സൈന്യം എല്ലാം വന്ന് മറഞ്ഞു. और जिस शहर में एलिशा था उस शहर के चारों ओर आराम राजा की सेना ने आकर घेराबंदी कर ली. ആ കൽപ്പം ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യട്ടെ, എന്റെ ദൈവം എന്നെ പഠിപ്പിച്ച ഞാനൊന്ന് പറയട്ടെ. यहां पर प्रभु ने मेरे को एक बात सिखाई, वो मैं आप तक पहुंचाना चाहता हूं. അരാം രാജാവിന്റെ ആ ശയനഗ്രഹത്തിൽ അവൻ കിടന്ന് ചിന്തിക്കുന്നത് ദൈവം എലീശ പ്രവാചകന് പറഞ്ഞു കൊടുത്തെങ്കിൽ, ഇത്രയും പട്ടാളക്കാർ ഇവിടെ വന്ന് തന്റെ പട്ടണം വളയുമ്പോ ദൈവം പറഞ്ഞു കൊടുക്കാതെ ഇരുന്ന് കാണുമോ? यदि अपने शयन कक्ष में राजा जो सोचता था वो सारी बातें नबी को पता चल जाती थी, तो क्या इसको ये भी नहीं पता चला होगा कि रात में आकर सेना उसे घेर रही है. അന്ന് രാത്രി എലീശ കിടന്ന് ഉറങ്ങുമ്പോ ദൈവം പറഞ്ഞു, മോനെ നിന്നെ പിടിക്കാൻ വേണ്ടി അവരെല്ലാം കൂടി ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പൊ എലീശ ചോദിച്ചു കാണും, ദൈവം തമ്പുരാനെ ഞാൻ എന്തോ ചെയ്യണം? ദൈവം പറഞ്ഞു കാണും, മോനെ നീ ഒന്നും മിണ്ടാതിരിക്കെ, നാളെ രാവിലെ ഞാൻ നിന്നെ ഇന്ന് വരെ ഇല്ലാത്ത പുതിയൊരു കാര്യം പഠിപ്പിക്കാം. और एलिशा को आकर परमेश्वर ने कहा, सुन बेटा, तुझे घेरने के लिए सेना को उसने भेज दिया है. तब एलिशा ने पूछा, प्रभु मैं क्या करूं? तो प्रभु ने बोला, घबरा मत, कल सुबह मैं तुझे एक नई चीज दिखाने. എലീശ രാവിലെ അങ്ങനെ കിടന്നുകൊണ്ടിരിക്കുമ്പോൾ ഗേഹസി രാവിലെ, തന്റെ ബാല്യക്കാരൻ രാവിലെ വാതിൽ തുറന്ന് പല്ല് തേക്കാൻ വേണ്ടി വെളിയിലോട്ട് ഇറങ്ങിയതാ. और सुबह सुबह एलिशा का जो नौकर है, सेवक है गेहजी, अपना दंत मंजन करने के लिए बाहर निकला. ആ പുള്ളി ഇറങ്ങി അങ്ങോട്ട് നോക്കുമ്പോഴാണ്, പേസ്റ്റും തേച്ചോണ്ട് അങ്ങോട്ട് നോക്കുമ്പോഴാണ് കാണുന്നത് കുറെ പട്ടാളക്കാര് പട്ടണം മൊത്തം വളഞ്ഞിട്ട് ഈ വീടിനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക. दांत साफ करता हुआ जब बाहर निकला तो उसने देखा कि पूरी सेना इन्हें घेरे हुए तैनात खड़ी है. ഓടിച്ചെന്നു എലീശയെ വിളിച്ചു, എലീശ പ്രവാചകനെ എഴുന്നേറ്റ്, നമ്മുടെ പട്ടണം തന്റെ അരാം സൈന്യം വളഞ്ഞു, അവരെല്ലാം നമ്മുടെ വീടിനെ നോക്കിക്കൊണ്ടിരിക്കുന്നേ. वो दौड़ कर गया अपने मालिक के पास, उसको उठाया और कहा, पूरी सेना ने हमें घेर लिया है. അയ്യോ നമ്മൾ എന്ത് ചെയ്യും എന്ന് ചോദിച്ചോണ്ട കരയുന്ന ഈ ഗേഹസി.
और ये गहजी रोकर पूछ रहा है कि अब हम क्या करेंगे। നിങ്ങൾ അടുത്ത വേർഡ് വായിച്ചേ. രണ്ട് രാജാക്കന്മാർ 6:16 വാക്യം വായിച്ചു നോക്കണം. ഏലിശ പറയുക, നീ പേടിക്കണ്ട കേട്ടോ, നീ പേടിക്കണ്ട, നമ്മോട് കൂടെയുള്ളവർ അവർ കൂടെയുള്ളവരെക്കാൾ അധികമാ. എന്താ ഏലിശ ഇത്ര വലിയ അങ്ങേക്കുള്ള ഹൃദയത്തിലുള്ള ബലം? കാരണം എന്നോട് കർത്താവ് ചിലത് പറഞ്ഞിട്ടുണ്ടെന്നേ. यहां पर उसका 16वां पद, 6 के 16वें पद को देखिएगा। एलिशा कहता है मत डर, मत डर, क्योंकि जो हमारी ओर है वो उनसे अधिक है जो उनकी ओर है। इतनी हिम्मत कहां से आई एलिशा में? क्योंकि एलिशा को परमेश्वर ने पहले से ही कुछ कह रखा था। പിന്നെ ഏലിശ പ്രാർത്ഥിച്ചു, യഹോവേ ഇവൻ കാണത്തക്കവണ്ണം ഇവന്റെ കണ്ണൊന്ന് തുറക്കണമേ. യഹോവ ബാല്യക്കാരന്റെ കണ്ണു തുറന്നു. കാണുമ്പോ കാഴ്ച ഏലിശായുടെ ചുറ്റും അഗ്നിമയമായ കുതിരകളും രഥങ്ങളും കൊണ്ട് മല നിറഞ്ഞിരിക്കുന്നത് കണ്ടു. और परमेश्वर के दास ने अपने दास के लिए प्रार्थना करी कि इसकी आंख खोल दे। और जब इसकी आंख खुली तो इसने देखा एलिशा के चारों ओर, उनके चारों ओर पूरे पहाड़ में अग्नि में रथ और घोड़े खड़े हैं। രാത്രിയിൽ ഒരു കാര്യം കൂടെ പഠിപ്പിച്ചിട്ട് നിർത്താൻ വേണ്ടി പോവാ. കണ്ടോ, ശത്രുവിന്റെ പട്ടാളക്കാർക്കും ഈ ഗേഗസിമാർക്കും കാണാൻ പറ്റാത്ത ഒരു കാവൽ തന്റെ അഭിഷക്തന്മാർക്ക് ചുറ്റും ഇന്നുകൊണ്ട്. एक और बात मैं बताकर समाप्त करना चाहता हूं। जो गहसी नहीं देख सकता, जो दुश्मन की सेना नहीं देख सकती, ऐसी सुरक्षा परमेश्वर के लोगों के चारों ओर परमेश्वर ने रख रखी है। സങ്കീർത്തനം 30 എന്ന് പറയുന്ന ആ തലമുറയിൽ ദൈവത്തിന്റെ അഭിഷേകം, തന്റെ വിശുദ്ധ അഭിഷേകം ചുമക്കുന്ന വിശുദ്ധ പാത്രമേ, ആ അഭിഷേകം ഉടഞ്ഞു പോകാതെ പ്രൊട്ടക്ട് ചെയ്യാൻ, ആ വ്യക്തിയെ പ്രൊട്ടക്ട് ചെയ്യാൻ തമ്പുരാന്റെ സൈന്യം ഇറങ്ങി വന്നു. हे एलिशा, परमेश्वर के अभिषेक से भरे हुए भक्त, आपके अभिषेक को बचाए रखने के लिए, टूटने से बचाने के लिए उसका स्वर्गदूत, उसकी सेना छावनी डालकर सुरक्षा देती।